വൈകിട്ടിങ്ങനെ വിശന്ന് ബോറടിച്ചിരുന്നപ്പോഴാണ് കുറച്ച് സോയാ ചങ്ക്സ് കണ്ണിൽ പെട്ടത്. എന്നാൽ പിന്നെ നമുക്കതങ്ങ് ഫ്രൈ ചെയ്തേക്കാം അല്ലേ. അങ്ങനെ 1 കപ്പ് സോയാ ചങ്ക്സും അതിലാവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചൂട് മാറി വരുമ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നീട് കുറച്ച് വെളുത്തുള്ളി പൗഡറാണ് കേട്ടോ, വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും അതുപോലെ 1-2 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്കിത് ഈ ഒരു പരുവത്തിലാക്കി മാറ്റണം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ ഒരുപാട് കൂട്ടണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. അതെ, വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ എങ്ങനെയാ